ഫ്രണ്ട്സ് ലെനിസോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെയാണ് എൻ്റെ കണ്ണ് എഴുതുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് എഴുതാറുള്ളത് ഈ ഐലൈനർ ഉപയോഗിച്ചാണ്. ഇതെൻ്റെ പുതിയ ഐലൈനറാണ്, കഴിഞ്ഞ മാസം വാങ്ങിയ ഐലൈനറാണ്. അപ്പം എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഐലൈനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ കരിയിട്ട് എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ആദ്യം എഴുതുന്നത്. അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ. എനിക്കിതിൻ്റെ ക്യാമറയിൽ നേരെ കാണാൻ പറ്റുന്നില്ല. എനിക്കൊരു പേടി, എവിടെയെല്ലാം ആയോ. ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. വരയ്ക്കുന്നുണ്ട്. കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. രണ്ട് കണ്ണും കറക്റ്റ്. ഇനി നമുക്ക് ഐലൈനർ വരയ്ക്കാം. ഐലൈനർ വരയ്ക്കാം. ഞാൻ എപ്പോഴും ഈ അറ്റം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് തുടങ്ങിയിട്ട് ഈ സാധാരണ ഈ കരി എഴുതിയതും പിന്നെ ഐലൈനർ എഴുതിയ ആ സ്ഥലവും തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്യും കണ്ട് ഈ അറ്റം വെച്ച്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ അടിയിൽ എഴുതിയത്. എന്നാലും എനിക്കത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഐലൈനർ വരയ്ക്കാം. അത് ഞാൻ ഇത് വരച്ചപ്പോൾ ചെറുതായിട്ട് എൻ്റെ കണ്ണ് ചിമ്മിയപ്പോൾ ഒന്ന് പാളി. ഞാൻ ആദ്യം തൊട്ട് വരയ്ക്കുകയാണ്. അയ്യോ, നോക്കട്ടെ.
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഐലൈനർ വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, സെൻറ്ററിൽ അവിടെ ചെറുതായിട്ട് നീറാറുണ്ട്. എനിക്കിപ്പോഴും അത് നീറുന്നുണ്ട്. അത് എപ്പോഴത്തേനെക്കാട്ടി കുറച്ചുകൂടെ നീറുന്നുണ്ട്. എന്തായാലും സാരമില്ല. എനിക്ക് പേടിയാണ് ഇപ്പോൾ വര ഈ ഐലൈനർ വരയ്ക്കാൻ. നീറ്റലാണ്. നീരണേ. ഇനി നമുക്ക് ഈ ഐലൈനർ വരച്ചതും പിന്നെ ഐലൈനർ വരച്ചതും ഈ താഴത്തെ കരി വരച്ചതും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ ബാങ്ക് വിളിക്കുന്ന ആ സൗണ്ടാണ് നിങ്ങൾ കേൾക്കണത്. ഇത് കേൾക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല, കുറച്ച് ദൂരമാണ്. എന്തായാലും വീഡിയോയ്ക്ക് അത് ഡിസ്റ്റർബ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, എനിക്ക് കാണാൻ പറ്റുള്ള ഗൈസ്. ഇപ്പം കണ്ടു. ഞാൻ എൻ്റെ റൈറ്റ് കണ്ണ് വരച്ച് കഴിഞ്ഞു. ഇനി ഈ കണ്ണും കൂടെ ലെഫ്റ്റും കൂടെ വരച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഈ താഴത്തെ കരി വരച്ചല്ലോ, അതിലോട് ചേർത്ത് ഈ താഴത്തെ കൺപീലിയിലോട് ചേർത്ത് ഈ ഐലൈനർ ഇങ്ങനെ വരയ്ക്കും. അത് ഞാൻ സ്വയം കണ്ടുവച്ച ഡിസൈനാണ്. ഞാൻ ആരെയും നോക്കിയിട്ടൊന്നുമില്ല. ഇതുപോലെ ആരെങ്കിലും വരയ്ക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്വയം എൻ്റെ ഓൺ സ്റ്റൈല് കണ്ടുപിടിച്ചതാണ്. ഈ താഴത്തെ കൺപീലിയിലോട് ചേർത്ത് ഇതുപോലെ ഒന്ന് വരയ്ക്കും. നമുക്ക് അടുത്ത ലെഫ്റ്റ് കണ്ണ് വരയ്ക്കാം. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുള്ള ഗൈസ് നേരെ. അയ്യോ, കൊളായോ. ഇനി നമുക്ക് ഞാൻ നേരത്തെ ഈ കണ്ണ് ചെയ്ത പോലെ ഇവിടുത്തത് ഒന്ന് ജോയിൻ ചെയ്യാം. വാല് കുറച്ചുകൂടെ ലെഫ്റ്റ് കണ്ണിൻ്റെ വാലൊന്ന് നേരെ ആക്കണം. Yes.
കാണാൻ പറ്റില്ലല്ലോ ജോയിൻറ്റ്. ആ ഞാൻ ജോയിൻറ്റിൽ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടി താഴെ പീലിലോട് ചേർത്ത് ഐലൈനർ വരയ്ക്കാൻ പോകുന്നത്. അത് ഞാൻ ഇവിടെ ജോയിൻറ്റ് വരച്ചില്ലേ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ആ ജോയിൻറ്റ് ഇടുന്നത്. കൺപീലിയിലോട് ചേർത്ത് മെല്ലെ വരച്ചാൽ മതി, ഇല്ലെങ്കിൽ തെറ്റും. ഇങ്ങനെയാണ് ഞാൻ താഴെ വരയ്ക്കുന്നത്. ഈ കണ്ണ് ഞാൻ വരച്ചു കഴിഞ്ഞു. അടുത്ത് ലെഫ്റ്റ്. ആ ജോയിൻറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് അതിലോട് ചേർത്ത് പതിയെ വരയ്ക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ലെഫ്റ്റ് കണ്ണും വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം വരച്ചില്ലേ കണ്ണിൻ്റെ അടിയിൽ, ഇത് ഇവിടെ ഈ ഭാഗത്തൊരു കരി, ഇത് അത് ഒന്നുകൂടെ നമ്മളൊന്ന് ഇവിടെ വരച്ചു കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ചു, പിന്നെ ഐലൈനർ അതിൻ്റെ അടുത്തൂടെ വരച്ചു. അപ്പോൾ അവിടെ ചെറിയതായിട്ടൊരു വെള്ള കളർ ഗ്യാപ്പ് വീഴും. ആ ഗ്യാപ്പൊക്കെ അപ്പോൾ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരി പിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം. അപ്പം നല്ല ഡാർക്കായിട്ട് അവിടെ കിടക്കും, ഒട്ടും വൃത്തികേട് കാണില്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് വൃത്തികേടുണ്ട് ആ കണ്ണിൻ്റെ ആ ഭാഗം കാണുമ്പം. നമ്മൾ ഈ കാര്യം ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ അത് ഒന്ന് ഫില്ലായി കിട്ടും. അത് സ്പീഡ് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ കണ്ണ് വരയ്ക്കാം. ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി പിന്നെ ലെഫ്റ്റ് കണ്ടത് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. എനിക്ക് എപ്പോഴും കണ്ണെഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു പോളിസിയാണത്. എനിക്ക് എപ്പോഴും കണ്ണെഴുതി കഴിഞ്ഞാൽ ഉടനെ ഒരു പൊട്ട് വയ്ക്കണം. ഞാൻ ആ ശീലം തെറ്റിക്കുന്നില്ല, ഒരു പൊട്ടങ്ങ് വച്ചിക്കാം. ഞാൻ എപ്പോഴും കുഞ്ഞ് ഇങ്ങനെ കൊച്ചു പെട്ടേ വയ്ക്കാറുള്ളൂ. എനിക്കെപ്പോഴും കുഞ്ഞ് പൊട്ടാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഈ ബ്രഷ് ഇട്ടൊന്ന് ചീകാറുണ്ട്. ഇത് ഐബ്രോ പെൻസിലാണ്. പക്ഷെ ഞാനിത് ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഡാർക്ക് പിരികമാണ്. അതിൽ ഞാൻ ഇനി വീണ്ടും ഐബ്രോ പെൻസിലിട്ട് വരച്ചാൽ അത് കൊള്ളായിപ്പോവും. ഞാൻ ജസ്റ്റ് ഒന്ന് ചീകി ഒതുക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കണ്ണ് എഴുതുന്നത്. ഞാൻ കണ്ണ് എഴുതി വച്ചിരിക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ണിൻ്റെ താഴെ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. വാലൊക്കെ, പിന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗം ഇതുപോലെയാണ് എഴുതുന്നത്. ഈ കൺപീലിയിലോട് ചേർത്ത് ഇതുപോലെ പതിയെ വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണ് എഴുതുന്നത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയാൽ നന്നായിരിക്കും, അത് കുറച്ചുകൂടെ നേരെയാക്കിയാൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനത് ഇനി മുതൽ ഞാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.